വെൽക്കം ടു റൈറ്റ് ലെഫ്റ്റ് ആൻഡ് സെൻറ്റർ ബൈ ബ്രാൻഡ് സ്വാമി. ഇത് ഞാൻ ബ്രാൻഡ് സ്വാമി വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, കഥകൾ, ആത്മവിചാരങ്ങൾ, പ്രസക്തമായ നുറുങ്ങുവെട്ടങ്ങൾ. ഓരോ പുസ്തകം വായിച്ചു തീരുമ്പോഴും ഓരോ ജീവിതം വായിച്ചു തീരും എന്ന തിരിച്ചറിവിലാണ് അത് അടച്ചു വെക്കുക. ലോകം കണ്ട ഏറ്റവും ദുരന്ത ആത്മകമായ ദിവസങ്ങളായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ. സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലർ ജൂതന്മാരെയും മറ്റു പലരെയും അടച്ച് ഗ്യാസിൽ പുകച്ചും കെട്ടിത്തൂക്കിയും വെടിവെച്ചു കൊന്നും അവസാനിപ്പിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഒന്നാം ലോക മഹായുദ്ധത്തിലേറ്റ പരാജയത്തിൻ്റെ ദുരന്തങ്ങളോട് പ്രതികരം ചെയ്യാൻ ഹിറ്റ്ലർ കണ്ടെത്തിയ വഴികൾ ജാതി വംശീയതയുടെ പോർക്കൂത്തുകളായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം ഒരു ഇന്റേണൽ യുദ്ധം കൂടിയായിരുന്നു. സ്വന്തം രാജ്യത്തുള്ളവരെ ജാതിയുടെ ചോരയുടെ പേരു പറഞ്ഞ് കൊലപ്പെടുത്തുന്ന അതിഭീകരമായ ദുരന്തം. ഈ കഥകളെല്ലാം നാം ഒരുപാട് കേട്ടതാണ്. എന്നാൽ അടുത്ത കാലം വരെ മറഞ്ഞിരുന്ന ഇത്തരം ഒരു ഹോളോകോസ്റ്റ് സർവൈവറുടെ കഥയാണ് ഓഷ്വിറ്റ്സിലെ ടാറ്റൂയിസ്റ്റ് എന്ന ഹെദർ മോറിസിന്റെ അതിഹൃദ്യമായ നോവൽ. സ്ലോവാക്യക്കാരനായ ലാലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ടാറ്റൂയിസ്റ്റായി എത്തുന്നതിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. വളരെ വെടുപ്പായി വസ്ത്രം ധരിച്ച് വൃത്തിയായി ജീവിച്ചിരുന്ന എല്ലാം നഷ്ടപ്പെട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരു ചാപ്പകുത്തുകാരനായി ജീവിക്കുന്നു. ഇത്തരത്തിൽ ചാപ്പകുത്താനിരുന്ന ഒരു ദിവസമാണ് ഗീത എന്ന പേരിൽ ഒരു പെൺകുട്ടിയെ അയാൾ ആദ്യം കാണുന്നത്. സ്വതവേ ചാപ്പ കുത്തുമ്പോൾ കുത്താനുള്ള കൈയുടെ ഭാഗം മാത്രമാണ് അയാൾ കാണാറുണ്ടായിരുന്നത്. എന്നാൽ അന്ന് എന്തുകൊണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ അയാൾക്കായില്ല. അവൾക്കൊരു വല്ലാത്ത സൗന്ദര്യമായിരുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അയാൾ ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രണയത്തിലേക്ക് വീണു പോവുകയായിരുന്നു. ഗീതയെ വിമൻസ് ബ്ലോക്കിലും താൻ ജീവിക്കുന്ന തൻ്റെ ഒരു ടാറ്റൂവീസ്റ്റ് എന്ന അധികാര പരിധിയിൽ നിന്ന് ലഭിക്കുന്ന റേഷൻ ആയിട്ടുള്ള ഫുഡും തൻ്റെ സ്വാധീനത്തിലൂടെ നേടിയെടുക്കുന്ന സമ്മാനങ്ങളും കൊണ്ട് അയാൾ ഗീതയുമായുള്ള പ്രണയം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. ദുരിതമായിരുന്നു എവിടെയും. കൊല്ലപ്പെടുന്നവർ, നരകിക്കുന്നവർ, ഭക്ഷണമില്ലാത്തവർ, എഴുന്നേറ്റ് കുളിക്കാൻ പോലും പോകാൻ പറ്റാതെ, ഒന്നിനും കഴിയാതെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ പരിധിയിൽ രാപ്പകലോളം അധ്വാനിക്കുന്ന മനുഷ്യർ. അവർ ക്ഷീണിച്ചു വന്നുകൊണ്ടിരുന്നു. ഗീതയും സിൽക്കയും അങ്ങനെ ഒരുപാട് പെൺസുഹൃത്തുക്കൾ. അയാൾ അവരുമായി നിരന്തരമായി കണ്ടുമുട്ടും. ഗീതയെ കാണാൻ മറ്റുള്ളവരിലൂടെ സമ്പാദിക്കുന്ന ഡയമണ്ടും എമറാൾഡും മറ്റു പലതും കൈക്കൂലി കൊടുത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അധികാരികളെ പറഞ്ഞു മയക്കി അയാൾ നിരന്തരം പലയിടങ്ങളിൽ ഗീതയെ കണ്ടുമുട്ടും. അവരുടെ പ്രണയം കൂടുതൽ ആസ്വാദ്യകരമാവും. കാപ്പ എന്ന പേരിലുള്ള ബ്ലോക്കിന്റെ വാർഡന് ഡയമണ്ട് കൈക്കൂലിയായി കൊടുത്ത് ഗീതയെ അവരുടെ മുറിയിൽ അവർ സംഗമിക്കുന്നു. ഓരോ സ്പർശനത്തിലും അയാൾ സ്വർഗീയ അനുഭൂതി കണ്ടെത്തും. ദുരിതങ്ങളുടെ ഒരു ലോകം അവർ മണിയറയാക്കും. എത്ര വിചിത്രമാണ് മനുഷ്യ ജീവിതം. ദുരിതങ്ങൾ ഒരു സൈഡിൽ. ഒടുവിലൊരിക്കൽ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന ഔദാര്യങ്ങളെ SS, അതായത് ഹിറ്റ്ലറുടെ പട്ടാളം പിടിക്കുകയും അയാളെ ഏറ്റവും ദുരന്താത്മകമായ മരണത്തിന്റെ വക്കിലേക്ക് എത്തിക്കുകയും ചെയ്യും. പക്ഷേ അതിപവിത്രമായ ഒരു പ്രണയത്തെ തോൽപ്പിക്കാൻ ഒരു മരണത്തിനും കഴിയില്ല. ജാക്കുബിന്റെ അടിയേറ്റ് തകർന്ന് എന്നാൽ ഒടുവിൽ ജീവിതത്തിലേക്ക് സിൽക്ക എന്ന ഗീതയുടെ സുഹൃത്തിന്റെ ഇടപെടലിലൂടെ അയാൾ തിരിച്ചു വരികയാണ്. സിൽക്ക അവിടുത്തെ കമാൻഡറുടെ കാമുകിയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും അയാൾക്ക് വഴങ്ങിക്കൊടുക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാതിരുന്ന സിൽക്ക തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഗീതയ്ക്ക് വേണ്ടി അയാളുടെ ജീവന് വേണ്ടി അയാളോട് യാചിക്കുകയാണ്. ഒടുവിൽ തിരിച്ച് തൻ്റെ ബ്ലോക്കിലേക്ക് എത്തുന്ന അയാൾ തനിക്ക് ജീവിതം തിരിച്ചു വാങ്ങിത്തന്നത് സിൽക്കയാണെന്ന് തിരിച്ചറിയും. അങ്ങനെ ദുരിതങ്ങളുടെ പ്രണയവർഷങ്ങൾ കഴിഞ്ഞു പോകും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി അയാൾ കാണുന്നത് തൻ്റെ തലയ്ക്കു മുകളിലൂടെ പറന്നു പോകുന്ന അമേരിക്കൻ വിമാനത്തെയാണ്. ഹിറ്റ്ലറുടെ കാലം കഴിഞ്ഞുവെന്നും ഇനി വരാനിരിക്കുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാലമാണെന്നും അയാൾ തിരിച്ചറിയും. എന്നാൽ മാസങ്ങളോളം പിന്നീട് അമേരിക്കൻ പട്ടാളം തിരിച്ചു വന്നു. ഒടുവിൽ ഒരു രാവിലെ അവരുടെ മുന്നിലേക്ക് രക്ഷാദൂതുമായി റഷ്യൻ സൈന്യം കടന്നു വരികയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ മതിലുകൾ പൊളിയുകയും വർഷങ്ങളായി ദുരിതം തിന്നു കഴിഞ്ഞവർ ഒന്നൊന്നായി പുറത്തേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ഗീതയും മറ്റൊരു വഴിക്കാണ് യാത്ര തുടങ്ങിയത്. ഒടുവിൽ രക്ഷപ്പെട്ട് ഒരു പോളിഷ് നഗരത്തിൽ
എത്തിപ്പെടുന്ന ഗീതയും മറ്റുള്ളവരും റഷ്യൻ സേനയുടെ ചീത്ത ആക്രമണങ്ങൾക്ക് കാരണമാവുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം നാട്ടിലേക്ക് ഗീത എത്തുകയും ചെയ്തു. മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്ത അയാൾ എത്തിച്ചേരുന്നത് റഷ്യൻ സേനയ്ക്ക് കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ഒരാളായിട്ടാണ്. എല്ലാ ദിവസവും വൈകുന്നേരം റഷ്യൻ സേനയുടെ പാർട്ടികളിലേക്ക് പെൺകുട്ടികളെ എത്തിക്കാൻ വിധിക്കപ്പെട്ട അയാൾ രാവിലെ കയ്യിലുള്ള കുറേ സ്വർണവും രത്നങ്ങളുമായി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങും. അവിടെ നിന്ന് സുന്ദരികളായ പെൺപിള്ളേരോട് അവർക്കൊപ്പം പോരാമോ എന്ന് ചോദിക്കും. ഇയാൾക്കൊപ്പം പണവും ഭക്ഷണവും സുലഭമായി കിട്ടുന്ന റഷ്യൻ സൈന്യത്തിൻ്റെ ക്യാമ്പുകളിലേക്ക് വരാൻ അവർ ഓരോരുത്തരും തയ്യാറായിരുന്നു. അങ്ങനെ മാസങ്ങൾ നീണ്ട കൂട്ടിക്കൊടുപ്പ്. ഒടുവിൽ ഒരു ദിവസം രാവിലെ ഇനി ഞാൻ വൈകിയേ വരൂ എന്ന് പറഞ്ഞ് അയാൾ വണ്ടിയുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങും. ഒരു വില്ലേജിൽ അയാൾ വണ്ടി ഉപേക്ഷിക്കുകയും പിന്നെ നടന്ന് 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 ആരുടെയൊക്കെയോ വണ്ടിയിൽ കയറിയും സഹായത്തോടെയും അയാൾ സ്വന്തം ഗ്രാമത്തിലെത്തും. സ്വന്തം ഗ്രാമത്തിലെത്തിയ അയാൾ തൻ്റെ പഴയ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയോട് ഞാൻ ഇവിടെയായിരുന്നു താമസിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ അത്ഭുതത്തോടെ അയാൾ ഇപ്പോഴും തൻ്റെ സഹോദരി മരിച്ചു പോയിട്ടില്ലെന്നും അവൾ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നറിഞ്ഞ അയാൾ ഏറെ സന്തോഷിച്ച് അവളെ കെട്ടിപ്പിടിക്കും. അന്ന് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സഹോദരിയോട് ഞാൻ ഗീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടെന്നും അവൾ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കാം, എനിക്ക് അവളെ കണ്ടെത്തണം എന്നും പറയുന്നു. പിറ്റേന്ന് രാവിലെ അയാൾ ഗീതയെ തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഒരു വഴിപോക്കനോട് വില കൊടുത്ത് വാങ്ങിയ ഒരു കുതിരവണ്ടിയിൽ അയാൾ യാത്ര തുടർന്നു. അങ്ങനെ ഒടുവിൽ അയാൾ ഗീതയെ കണ്ടെത്തുകയും റോഡിന് നടുവിൽ മുട്ടുകുത്തി നിന്ന് ഒരു റോസാപ്പൂ നീട്ടി അവളോട് എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അവരുടെ കല്യാണം നടക്കുന്നു. ഈ യഥാർത്ഥ കഥ യുടെ നോബൽ രൂപമാണ് ഹെദർ മോറിസിൻ്റെ ടാറ്റൂയിസ്റ്റ് ഓഫ് ഓഷ്വിറ്റ്സ് എന്നുള്ളത്. അതിസുന്ദരമായ രചന. എത്ര കാവ്യാത്മകമായിട്ടാണ്, എത്ര വിവരണാത്മകമായിട്ടാണ് ഈ നോവൽ പറഞ്ഞു പോകുന്നത്. വായനയുടെ ദുരന്തത്തെ പോലും ആസ്വദിക്കാവുന്ന രീതിയിൽ പ്രണയസുന്ദരമായി എഴുതാൻ കഴിയുന്നു എന്നുള്ളതാണ് നോവലുകളുടെ ഒരു സൗന്ദര്യം. ഈ അടുത്ത കാലത്ത് ബ്രാൻസ്വാമി വായിച്ച ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്നാണ് ഇത് എന്ന് ഉറപ്പിച്ച് പറയാനാവും. ഇത് റൈറ്റ് ലെഫ്റ്റ് ആൻഡ് സെൻറ്റർ ബൈ ബ്രാൻസ്വാമി.